അപ്പോഴേ ഞാൻ ഇന്നലെ നമ്മുടെ ഒലവക്കോട് ടൗണിലാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ഒലവക്കോട് ടൗണിൽ നമ്മുടെ സായി ഹോസ്പിറ്റൽ ഉണ്ട്. ഈ സായി ഹോസ്പിറ്റലാണ് ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ മാറിയിട്ട് കേട്ടോ. ഈ സായി ഹോസ്പിറ്റൽ കഴിഞ്ഞ് 2 പ്ലോട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോപ്പർട്ടി ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഒലവക്കോട് ഇട്ടു നേരെ മലമ്പുഴ പോകുന്ന ബസ് റൂട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ബസ് റൂട്ടിനകത്ത് നമുക്ക് നല്ലൊരു 7 സെന്റ് സ്ഥലമാണ് നമുക്ക് കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇതേ കാണുന്ന ഭൂമി കേട്ടോ, മൊത്തം പറമ്പേ കാറ്റഗറിയിലാണ് ഈ ഒരു ഭൂമിയുള്ളത്. ഇതിൻ്റെ റോഡ് ഫ്രണ്ടേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ടോ, ഏകദേശം നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് മുതൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊരു 14.5 മീറ്റർ നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. 14.5 മീറ്റർ നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. പിന്നെ നമ്മുടെ റോഡിൽ നിന്ന് ഏകദേശം 1 അടിയോളം നമുക്ക് ഹൈറ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, റോഡിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറില്ല. ഫ്രണ്ടിൽ നല്ല ഡ്രൈനേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ മൊത്തം കണ്ടോ ഒരു 7 സെന്റ് സ്ഥലമാണ് വരുന്നത്. നല്ല കോമ്പൗണ്ട് കാര്യങ്ങളുണ്ടോ, ബൗണ്ടറി ഒക്കെ എങ്ങനെ തിരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ബൗണ്ടറി വരും. ബാക്കിൽ മതിൽ വെച്ചിട്ടുണ്ട്, ഈ സൈഡിൽ ഈ ഒരു ബൗണ്ടറി കേട്ടോ. അപ്പം നേരെ ഇലക്ട്രിസിറ്റിയും പോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിലുണ്ട്. കറക്റ്റ് 14.5 മീറ്റർ ഫ്രണ്ടേജ്. ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു 2 മീറ്റർ കുറവിലാണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ശരിക്കും 14.5 മീറ്റർ പറഞ്ഞൊരു 3-4 ഷട്ടറൊക്കെ നമുക്ക് ശരിയായി ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഉള്ളതുകൊണ്ട് നല്ലൊരു ഓപ്പൺ കിണറാണ് വരുന്നത് കേട്ടോ. നല്ല ഇഷ്ടിയൊക്കെ ഇട്ട് അടിപൊളിയാക്കി ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രമേ മതി. പിന്നെ നമുക്ക് ഈ ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു തെങ്ങ് വരുന്നുണ്ട്. പിന്നെ ബിൽഡിങ്ങോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല, അത് മുറിക്കുക കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു പരിപാടി ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ശരിക്കും ആ ഫ്രണ്ടിൽ അതുപോലത്തെ ഒരു തെങ്ങ് വരുന്നുണ്ട്. ശരിക്കും ഇത് സൂട്ടാവുന്ന എങ്ങനെ അറിയാം, നമുക്ക് നല്ലൊരു ബിൽഡിങ് ചെയ്യാനാണെങ്കിലും, ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സോ അഡ്വക്കേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറകിലൊരു വീടും ഫ്രണ്ടിലൊരു കൺസൾട്ടിങ് റൂമൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ഒരു ഓഫീസ് പർപ്പസൊക്കെ ആയിട്ടാണെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം വെച്ചാൽ പക്ക ടൗണിലാണ് വരുന്നത്, ഒലവക്കോട് ജംഗ്ഷനിലാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം സ്റ്റേഷനിൽ നിന്ന് ഒരു 300 മീറ്റർ ഇതിലേക്ക് ദൂരമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മലമ്പുഴ ഇപ്പോൾ പാലം വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കുള്ളൊരു ഏരിയ ആയിട്ട് മാറുന്നൊരു ഏരിയ കൂടിയാണ്. അപ്പം 7 സെന്റ് സ്ഥലമാണ്, പറമ്പേ കാറ്റഗറിയിലാണ് ഈ ഒരു ഭൂമി ഉള്ളത്. മുമ്പ് വീടുണ്ടായിരുന്നതൊക്കെ നിരപ്പാക്കിയിട്ട് അതുകൊണ്ട് കുറച്ച് ഹൈറ്റിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, മണ്ണ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യേണ്ട ആവശ്യം, അല്ലെങ്കിൽ JCB ഇട്ട് നിരപ്പാക്കുക അങ്ങനെയുള്ള പണികളോ കാര്യങ്ങളൊന്നുമില്ല. ലീഗലി എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് 12 ലക്ഷം രൂപയാണ് പ്രൈസ് ചോദിക്കുന്നത്. പ്രൈസ് പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ചെറിയ രീതിയിലൊക്കെ എന്ത് ചെയ്യുക, നെഗോസിയേഷൻ ചെയ്യാം കേട്ടോ. പക്ക കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ഥലം വരുന്നത്. ഇവിടെ ഹൗസ് പ്ലോട്ട് തന്നെ വന്നിട്ട് 10-12 ലക്ഷം രൂപയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ട് ഈ ഒരു 7.5 സെന്റ് സ്ഥലത്തിന് മൊത്തം ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ പെർ സെന്റാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരിട്ട് വരിക, പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് കാണുക. കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു കൊമേഴ്ഷ്യൽ ലാൻഡ് ചെറിയൊരു ബഡ്ജറ്റിൽ ചെറിയൊരു പ്രോപ്പർട്ടി ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ നമ്പർ ഉണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്യുക. ബാക്കി നമുക്ക് വന്ന് വിസിറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ഓണറുടെ അടുത്ത് നിന്ന് സംസാരിച്ച് നല്ലൊരു പ്രൈസിന് തന്നെ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചെടുക്കാം.